everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് സ്വാഗതം. It's me Learning Davis, your physics master teacher, and ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സ്വന്തം 1 mark questions. അതായത് ഫിസിക്സ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി ശ്രമിക്കുന്ന സ്റ്റുഡൻസ് +1 1 mark questions ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ യെസ്, അപ്പം ഇതിൽ നമ്മൾ പാർട്ട് 1 ആണ്, അതായത് വോളിയം 1 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ, അതായത് നിങ്ങളിത് പഠിച്ച് ഓൾമോസ്റ്റ് സെറ്റായി, ഫസ്റ്റ് പാർട്ട് ഓൾ സെറ്റ് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് പാർട്ട് 2 വരുന്നതായിരിക്കും. സോ ഈ രണ്ട് സെഷൻസും ഓൾമോസ്റ്റ് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് 100 1 mark ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ 100 ചോദ്യങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, 100 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 mark ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് നിങ്ങൾ ടെൻഷനേ അടിക്കേണ്ട. സോ പാർട്ട് 2 വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം ഇത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പാർട്ട് 2 അവൈലബിൾ ആയിരിക്കും. ചാനലിൽ പോയി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സോ ഒരുപാട് ഡിലേ ഒന്നും ഇല്ലാതെ നമ്മൾ തുടങ്ങാൻ പോവാണ്. സോ യെസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, okay, which is the weakest force in the nature? That is nothing but gravitational force. Quick ആയിട്ട് നമ്മൾ പറയാൻ പോവാണ്. Then second question, the dimensional formula of force ml² t⁻⁻² ആണ് ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഫോഴ്സിന്റെ മാത്രമല്ല, ഈ ഡയമെൻഷണൽ ഫോർമുല നമ്മുടെ അടുത്ത് പലതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ടെലഗ്രാമിൽ ഞാൻ ഒരു ഡോക്യുമെന്റ് ഇട്ടിട്ടുണ്ട്. ആ ഡോക്യുമെന്റിൽ നിങ്ങൾ നെസസറി ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഡയമെൻഷണൽ ഫോർമുലാസ് ഉണ്ട്. ആ ഫോർമുലാസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് തന്നെ ചോദിക്കുന്നില്ല, ഡയമെൻഷണൽ ഫോർമുല ചോദിച്ചുള്ള ഒരു ചോദ്യം വരാം. ഓക്കെ, സോ അതുകൊണ്ട് കുറച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡയമെൻഷണൽ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഈവൻ ദോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇക്വേഷൻസ് അറിയാമെങ്കിൽ സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. യെസ്, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെയിം ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്. ഓഫ് കോഴ്സ് ഓപ്റ്റിക്സ് ആണ്. ദെൻ യെസ്, dash is the branch of physics which deals with heat, energy, entropy, work. It's simply thermodynamics ആണ്. Then next, dash deals with the physical properties of atomic and subatomic particles, that is quantum physics. Then quantum mechanics. Light year is the unit of length. Light year എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ടൈം ഒക്കെ ആയിരിക്കും പറയാൻ തോന്നുന്നത്, പക്ഷേ ഇതല്ല, ഡിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ലെങ്ത് ആണ്. റൈറ്റ് എനി പെയർസ് ഓഫ് ഡയമെൻഷൻ, സെയിം ഡയമെൻഷൻസ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ഇമ്പൾസ് ആൻഡ് മൊമെന്റം പറയാം, സ്പീഡ് ആൻഡ് വെലോസിറ്റി പറയാം, ആംഗിൾ ആൻഡ് സ്ട്രെയിൻ പറയാം. ദെൻ അടുത്ത ചാപ്റ്ററിലോട് നമ്മൾ പോവാണ്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. സോ ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 mark ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായി നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. സോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ യെസ്, അപ്പം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. സോ അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർ എ മൂവിംഗ് ബോഡി ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ്, ഓക്കെ, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ചോദിക്കുന്നത്. സോ മൂവിംഗ് ബോഡി ആണെങ്കിൽ അഫ്കോഴ്സ് മേ ബി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം വരാം. എന്നിരുന്നാൽ പോലും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടുതൽ വരത്തില്ല. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. വാട്ട് ഡസ് സ്പീഡോമീറ്റർ ഓഫ് ദി കാർ മെഷേഴ്സ്? ഇറ്റ് ഇസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, അതായത് ഈ ഒരു സെക്കൻഡിൽ ഏത് സ്പീഡിലാണ് പോകുന്നത്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ മൂവിംഗ് ബോഡി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം നമുക്കറിയാം ഒന്നുകിൽ ഇത് ഈക്വൽ ആയിരിക്കും, അല്ലെ, ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്, അപ്പം 1 വരും. ഇനി അതല്ലെങ്കിൽ പോലും മേളിൽ ഡിസ്റ്റൻസ് ആണല്ലോ വരുന്നത്. ഓൾവേസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ഓർ ലെസ് ദാൻ ആയിരിക്കും ഡിസ്റ്റൻസ്, അല്ലെ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡിസ്റ്റൻസിന്റെ വാല്യൂവിനെക്കാട്ടിലും കുറവോ അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ മേളിൽ എപ്പോഴും വലിയ വാല്യൂ ഇല്ല, ദാറ്റ് മീൻസ് 1 കൂടുതലായിരിക്കും. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ്. സോ ഈ ഗ്രാഫുകൾ റിലേറ്റഡ് ആയിട്ടുള്ള 1 mark ക്വസ്റ്റ്യൻസ്. സ്ലോപ്പ് ഓഫ് ദിസ് ഗ്രാഫ്, ഇങ്ങനെ ഒരു കർവ് തന്നിട്ടുണ്ട്. സോ ഇതിന്റെ സ്ലോപ്പ് എന്താണ്, അതുപോലെ തന്നെ ഏരിയ അണ്ടർ ദി കർവ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ മോഷനിന്റെ സ്ട്രീറ്റിൽ മാത്രമല്ല, നമുക്കിപ്പം വർക്ക് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ സ്ലോപ്പും അതുപോലെ തന്നെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഒക്കെ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വരാം കേട്ടോ. സോ ഏരിയ അണ്ടർ ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഇസ് വെലോസിറ്റി. ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റി. ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സലറേഷൻ. ഓക്കെ, ഇവിടെ പൊസിഷൻ ടൈം ആണ്, ഇവിടെ വെലോസിറ്റി ടൈം ആണ്. സോ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി ഈവൻ ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കണം. നമുക്കറിയാം വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ വരിക. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സോ ദ ആക്സലറേഷൻ ആണ് വരുന്നത്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ എ ബോഡി മൂവിംഗ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ആൻഡ് വാരിയബിൾ വെലോസിറ്റി. അതെന്താണ്? യെസ്, കോൺസ്റ്റന്റ് സ്പീഡും അതുപോലെ തന്നെ വാരിയബിൾ വെലോസിറ്റിയും. കോൺസ്റ്റന്റ് സ്പീഡാണ്, വാരിയബിൾ വെലോസിറ്റി ആണ്. അത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, സർക്കുലർ മോഷൻ നമുക്ക് പറയാനായിട്ട് പറ്റും. Can a body have zero velocity and still have acceleration? Give example. Yes, നമുക്കറിയാം an object at maximum height has zero velocity but acceleration. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ലേ. യെസ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ വെലോസിറ്റിന്റെ വാല്യൂ 0 ആയിരിക്കും, പക്ഷെ അതിനെന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്.
അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്, മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് പോവാണ്. സോ ബിഫോർ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുവരെയുള്ള 2 ചാപ്റ്റേഴ്സും സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. ഇതിന്റെ പാർട്ട് 2 വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, യെസ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദ വെക്ടേഴ്സ് having zeros, ശരിയല്ല, having zero magnitude is called zero vectors അല്ലെങ്കിൽ null vectors നമുക്ക് പറയാം. അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ എ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ ആൻഡ് ബി ഇസ് ഈക്വൽ ടു ഐ മൈനസ് ജെ. ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. എ ഐ പ്ലസ് ജെയും ബി ഐ മൈനസ് ജെയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ദ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത് സംശയമില്ലാതെ പറയാം പാരാബോളിക് ആണ്. The physical quantity which is constant at any point in a projectile motion, okay, that is nothing but acceleration. അടുത്ത ലോസ് ഓഫ് മോഷൻ ആണ്. നമ്മൾ അങ്ങനെ 4ാമത്തെ ചാപ്റ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. സോ യെസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Pick the odd one from the following. ആംപിയർ ഉണ്ട്, കിലോഗ്രാം ഉണ്ട്, കെൽവിൻ ഉണ്ട്, ഇമ്പൾസ് ഉണ്ട്. ഇമ്പൾസ് ആണ് ഇതിൽ ഓഡ് വൺ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഗിവ്സ് ഇമ്പോർട്ടൻസ് ഓൺ മൊമെന്റം ആൻഡ് ഇമ്പൾസ് ആണ്. ദെൻ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡിഫൈൻസ് ഫോഴ്സ്. അത് എന്തായാലും പഠിക്കണം കേട്ടോ, റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഡിഫൈൻസ് ഫോഴ്സ് ആണ്. റീകോയിൽ ഓഫ് എ ഗൺ ഇസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. റീകോയിൽ ഓഫ് ഗൺ, ലീനിയർ, നമ്മൾ ഇപ്പം വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് റീകോയിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നത്, ആ വെലോസിറ്റിയിലോട്ട് നമ്മൾ എങ്ങനെ എത്തുന്നത്? യെസ്, നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ടല്ലേ. യെസ്, ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് കോൾഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതാണ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കേട്ടോ. What is the SI unit of impulse? Newton second or kg? Meter per second ആണ്. അടുത്തത് action and reaction are equal and opposite. They do not cancel each other. Why? Action and reaction cannot cancel each other because they act on different object. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ പറയുമ്പോഴും ആക്ഷനും റിയാക്ഷനും നടക്കുന്നു. ആക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് എന്താ പറയുക, ആക്ഷനും റിയാക്ഷനും ആണ്, അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് നെറ്റ് ഫോഴ്സ് 0 ആയിട്ടല്ലേ പോകുന്നത്, പക്ഷേ 0 ആയിട്ട് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? നമ്മളിപ്പോൾ തറയിൽ ചവിട്ടി നടക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അതായത് ആക്ഷൻ എന്ന് പറയുന്നത് തറയിലോട്ടാണ്. റിയാക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? നമ്മുടെ ബോഡിയിലോട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫീറ്റിലോട്ടാണ് വരുന്നത്. സോ അതാണ് വ്യത്യാസം പറയുന്നത്. നെക്സ്റ്റ്, സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിംഗ് friction is lubricants. Okay, are rolling and sliding friction equal? No, because rolling friction is always less than sliding friction. അടുത്ത ഭാഗമാണ് വർക്ക് എനർജി പവർ എന്ന് പറയുന്നത്. സോ യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ഇലക്ട്രിക് കറണ്ട് സ്കേലാർ ഓർ വെക്റ്റർ ക്വാണ്ടിറ്റി? ഇസ് സ്കേലാർ ക്വാണ്ടിറ്റി. അതിന് നമ്മൾ ഡയറക്ഷൻ പറയുമെങ്കിലും അത് എന്തല്ല, വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല. അതിനെന്താ, അത് വെക്റ്റർ അഡീഷൻ റൂൾസ് ഒന്നും എന്ത് ചെയ്യില്ല, വെക്റ്റർ ഓൾജിബ്ര അത് ഫോളോ ചെയ്യുന്നില്ല. അതുകൊണ്ട് അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. Is pressure a scalar quantity or a vector quantity? Pressure എന്ന് പറയുന്നത് scalar quantity ആണ്. Kilowatt hour is the unit of energy ആണ്. Then free fall is an example of uniformly accelerated motion. Free fall എന്ന് പറഞ്ഞാൽ uniformly accelerated motion ആണ്. Gravitational force is conservative. നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ ഫോഴ്സുകളെല്ലാം തന്നെ എന്താണ്, കൺസർവേറ്റീവ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അതൊരു സെൻട്രൽ ഫോഴ്സ്, അതെന്താണ്, കൺസർവേറ്റീവ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെയാണ് നോൺ കൺസർവേറ്റീവിന് എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. എനർജി അസോസിയേറ്റഡ് വിത്ത് ദ സ്പ്രിംഗ് is called potential. Okay, യെസ്, ദ ഏരിയ അണ്ടർ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗിവ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഗ്രാഫിന്റെ പറയുമ്പോൾ നമ്മുടെ മോഷന്റെ ആ ചാപ്റ്ററിലുള്ളത് മാത്രമല്ല വർക്കിന്റെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. സോ യെസ്, വർക്ക് ഡൺ ആണ്. 1 horse power, it is 746 watt ആണ്. ഓക്കെ, എത്ര വാട്ട് ആണെന്നാണ് ചോദിക്കുന്നത്? 746 ആണ്. ഹോഴ്സ് പവർ ഇസ് ദ യൂണിറ്റ് ഓഫ് പവർ. ദെൻ 1 ജൂൾ എത്ര, അതായത് നമ്മുടെ ജൂൾ എന്ന് പറയുമ്പോൾ SI യൂണിറ്റും മറ്റത് CGS യൂണിറ്റും ആണ്. സോ 10⁻7 ആണ് വരുന്നത്. യൂണിറ്റ് ഓഫ് കൈനറ്റിക് എനർജി ഇസ് ജൂൾ ആണ്. ഈസ് വർക്ക് ഇസ് എ സ്കേലാർ ഓർ എ വെക്റ്റർ ക്വാണ്ടിറ്റി? വർക്ക് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സ്കേലാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രോഡക്റ്റ് പഠിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ബേസിക്കലി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് ഓഫ് ടോർക്ക് ന്യൂട്ടൺ മീറ്റർ ആണ്. യെസ്, ഫൈനലി ഇറ്റ്സ് ഡൺ. സോ യെസ്, അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്തു. ഇനിയും നമുക്ക് ചോദ്യങ്ങൾ പഠിക്കാനുണ്ട്, പഠിച്ചുകൊണ്ടേ ഇരിക്കാനുണ്ട്. സോ യെസ്, അപ്പോൾ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒരു ഫയർ ഇടാം, അല്ലെങ്കിൽ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മെസ്സേജ് ഇടാം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ പാർട്ട് 2 ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.